ഇന്നത്തെ ഉച്ചയൂണിന് ഒട്ടും ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുത്ത റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒത്തിരി കറികളൊന്നും ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടത്തോടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരൈറ്റം. ദേ ഈ കാണുന്നതൊക്കെ തന്നെയാണ് സംഭവം, മറ്റൊന്നുമല്ല. ഉള്ളിച്ചോറും അതുപോലെ തന്നെ ഉള്ളി സലാഡും, ഈ രണ്ടൈറ്റം മാത്രമേ ഉള്ളൂ. ഈ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു ഉള്ളി സലാഡ് മാത്രം മതി, അടിപൊളിയായിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് കറികളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ഉള്ളിച്ചോറ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് രണ്ടും എങ്ങനെയാണ് സെറ്റാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഐറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതിയാവും. ആദ്യം എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. ഒരു ചെറിയ സവാള അത് ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കണം, വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളിയും ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിച്ചോറിനുള്ളതൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണേ. സൺഫ്ലവർ ഓയിലൊന്നും അതുപോലെ ടേസ്റ്റ് കിട്ടണമെന്നില്ല, വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, സവാള നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് സലാഡിനുള്ളതാണ്. അപ്പോൾ ആദ്യം ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയാൽ മതി, ഗോൾഡൻ ബ്രൗൺ കളറായി പോകരുത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ ഒരു ചോറിന് നല്ല കളറും അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്ലേവറൊക്കെ കിട്ടും ആ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ. പിന്നെ ചെറിയ ഉള്ളി ഒരു 5 തൊട്ട് 8 എണ്ണം വരെ എടുക്കാം. ഇത്തിരി കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല, പിന്നെ ചോറിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പിഞ്ചളവിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, എന്നാലും ചേർത്ത് കൊടുത്താൽ അതൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു നല്ല കളറും കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. എത്ര ചോറാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് ഫുൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാദാ ചോറ് തന്നെയാണ് ചേർക്കേണ്ടത്, അല്ലാതെ ബിരിയാണി റൈസൊന്നും അല്ല. ആവശ്യത്തിന് ചോറെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവറും ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ആ ചോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ എത്തുന്നത്. അപ്പോൾ ഈ ചോറ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു ചോറിന് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിൽ എത്തരുത്, അത്രയും മതി. 1/2 ടീസ്പൂണൊക്കെ ആയിപ്പോയാൽ ഒത്തിരി ഉപ്പ് ചോദിക്കും, അതുകൊണ്ട് അതനുസരിച്ച് ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പണി ഇത്രയേ ഉള്ളൂ. ഉള്ളിച്ചോറ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഉള്ളി സലാഡ്, അതിലേക്ക് കിടക്കാം. അതിനായിട്ട് അടുത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, സവാള, ആ സവാള അരിഞ്ഞു വെച്ചതിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കാം. ആ ഒരു ഉള്ളിയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ എരിവും ഉണ്ടാവില്ല. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഉള്ളിച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി സലാഡ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ. കൂടുതൽ പണികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് വീഴുന്ന സമയത്ത് തന്നെ നല്ല ചറപറ പൊട്ടിത്തെറിക്കണം. ആ ഒരു പരുവത്തിന് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. സംഭവം പണിയൊക്കെ എത്രയേ ഉള്ളൂ. ആ കടുകും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കടുകെല്ലാം പൊട്ടുന്ന സമയത്ത് ഇനി ഇത് നേരെ എടുത്ത്
നമ്മുടെ ഉള്ളിക്കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. എല്ലാം ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. ആ സവാളയിലേക്ക് വെളിച്ചെണ്ണ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു വെളിച്ചെണ്ണയിൽ ആ ഒരു സവാള ഇത്തിരി ഒന്ന് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്ത് പോവില്ല. ഒരുപാട് വെന്ത് പോകണമെങ്കിൽ വെളിച്ചെണ്ണ അത്രയും കൂടുതൽ എടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യത്തിന് മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സവാള അരിഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതാവുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം തന്നെ കഴിച്ചാൽ നല്ല ചൂടായിരിക്കും. ചൂടോടെ കഴിച്ചാലും കുഴപ്പമില്ല. കുറച്ചൊന്ന് തണുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഉള്ളി സലാഡ് കാണാൻ നല്ല ഭംഗിയല്ലേ? അതുപോലെ തന്നെ മാങ്ങാച്ചാർ ഇട്ടതുപോലെ ഉണ്ട്. ആ ഒരു കളറും ടേസ്റ്റ് അതല്ല. ടേസ്റ്റിൽ കറക്റ്റ് സവാളയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. എന്നാലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അതുപോലെ ലൈക്കും ഷെയറും. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ. ബൈ അയാൻസ് വേൾഡ്.